മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസിനൊരുങ്ങുന്ന 5 ചിത്രങ്ങൾ. പുലിമുരുകൻ. മോഹൻലാലിനെ നായകനാക്കി വരുന്ന ദിഗ്ബജറ്റ് ചിത്രമാണ് പുലിമുരുകൻ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത് ഉദയകൃഷ്ണയാണ്. മുളകുപാടം ഫിലിംസിൻ്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബാഹുബലി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് ആക്ഷൻ നിർവഹിച്ച പീറ്റർ ഹെയ്നാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. തോപ്പിൽ ജോപ്പൻ. ജോണി ആൻ്റണി സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. മമ്മൂട്ടിയും ജോണി ആൻ്റണിയും ഒന്നിക്കുന്ന 3ാമത്തെ ചിത്രമാണിത്. കട്ടപ്പനയിൽ ജീവിക്കുന്ന ഒരു കബഡി താരമായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികമാരായി ആൻഡ്രിയയും മമത മോഹൻദാസുമാണ് എത്തുന്നത്. ഊഴം. പൃഥ്വിരാജിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന ചിത്രമാണ് ഊഴം. പൃഥ്വിരാജ്, ദിവ്യ പിള്ളൈ, നീരജ് മാധവ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. ഫൈൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ജോർജും ആൻഡോ പടിഞ്ഞാറക്കരയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മെമ്മറീസിന് ശേഷം പൃഥ്വിരാജ്, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന ചിത്രമാണ് ഊഴം. ഒപ്പം. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലറാണ് ഒപ്പം. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻലാൽ ഒരു അന്ധനായ കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം നെടുമുടി വേണു, അനുശ്രീ, ബേബി മീനാക്ഷി തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രേതം. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ചിത്രമാണ് പ്രേതം. ജയസൂര്യ, അജു വർഗീസ്, ഗോവിന്ദ് പത്മസൂര്യ, പേർലി മണി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. രഞ്ജിത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിലെ 3ാമത്തെ ചിത്രമാണ് പ്രേതം. ജയസൂര്യയും രഞ്ജിത് ശങ്കറും തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡ്രീംസ് ആൻഡ് ബിയോണ്ടിൻ്റെ ബാനറിൽ ജയസൂര്യയും രഞ്ജിത് ശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സുസു സുധി വാൽമീകത്തിന് ശേഷമുള്ള ജയസൂര്യ രഞ്ജിത് ശങ്കർ കൂട്ടുകെട്ടിലെ ചിത്രമാണ് പ്രേതം.